രാവിലെ എഴുന്നേൽക്കുന്നതേ രാവിലെ എന്ത് കഴിക്കാനുണ്ടാക്കുമെന്നുള്ളൊരു ചിന്തയില്ല. രാത്രി കിടക്കാൻ നേരമേ നമ്മളത് ചിന്തിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എങ്കിൽ രാവിലെ എഴുന്നേറ്റൊരു സ്പെഷ്യൽ ഫുഡായാലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് കുഞ്ഞിപ്പത്തിരിയുടെ കാര്യം ഓർമ്മ വന്നത്. എങ്കിൽ പിന്നെ നമുക്കൊരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയാലോ. കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് ചുമന്നുള്ളി. നമുക്കിനി ഇത് ഒന്ന് ചതച്ചെടുക്കാം. തിളച്ച വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ അരച്ച തേങ്ങ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ചേർക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. നമുക്ക് കുറേശ്ശെ മാവെടുത്ത് ഇതേ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി ഇതേപോലെ ഷേപ്പിൽ വയ്ക്കാം. നമ്മുടെ പിടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചിലയിടത്ത് പിടിയെന്ന് പറയും, ചില സ്ഥലത്ത് കുഞ്ഞിപ്പത്തിരി എന്ന് പറയും. എന്തായാലും 1 മണിക്കൂർ നേരത്തെ കലാപരിപാടിയിൽ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുഞ്ഞിപ്പത്തിരി റെഡിയാക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് കൊച്ചുള്ളി ചേർക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടുമണികളെല്ലാം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ മസാലയൊന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞു മക്കൾക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു ഫുഡാണ്. തേങ്ങാപ്പാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറിലൊക്കെ ഇതിങ്ങനെ നിന്ന് വേകുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റിയും അതിൻ്റെ ഒരു മണവും കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്. അങ്ങനെ കുഞ്ഞിപ്പത്തിരി റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് രാവിലെ. ഓക്കേ.